നമസ്കാരം. ഡോക്ടർ പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാനുള്ള ഒരു വിഷയം, കഴിഞ്ഞ ഒരു ദിവസം 58 വയസ്സുള്ള ഒരു പുരുഷൻ പേഷ്യൻ്റ് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നു, പറഞ്ഞു, എനിക്കിപ്പം കുറേ നാളായിട്ട് മൂത്രം പിടിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല ഡോക്ടർ. ഒഴിക്കണമെന്ന് തോന്നിയാൽ പെട്ടെന്ന് ഒഴിക്കണം, പ്രാവശ്യം കൂടുതലാണ്. രാത്രിയിലാണിത് വളരെ അസഹ്യമായിട്ട് എൻ്റെ ഉറക്കമൊക്കെ നഷ്ടപ്പെടുന്നു. രാത്രിയിൽ ഞാൻ മൂത്രം ഒഴിച്ചിട്ട് വന്ന് കിടക്കും, ഉടനെ പിന്നെയും മൂത്രം ഒഴിക്കണം, പിന്നെയും വന്ന് കിടക്കും. അങ്ങനെ ഒരു 8-10 പ്രാവശ്യം രാത്രിയിൽ ഒഴിക്കുന്നുണ്ട്. പക്ഷേ ഒഴിക്കാൻ ചെല്ലുമ്പോൾ അധികം മൂത്രം കാണത്തില്ല, കുറച്ച് മൂത്രമേ കാണത്തുള്ളൂ. തിരിച്ചു വന്ന് കിടക്കുമ്പോൾ മൂത്രസഞ്ചി നിറഞ്ഞതായിട്ട് തോന്നും. അപ്പോഴത്തേക്ക് പിന്നെ ഒഴിക്കണമെന്നുള്ള തോന്നൽ വരും. ഇതാണ് അദ്ദേഹത്തിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പം ഈ 58 വയസ്സൊക്കെ ഉള്ള ആളായതുകൊണ്ട് ഞാനിപ്പോഴും ആദ്യം ചിന്തിച്ചത് പ്രോസ്റ്റേറ്റിൻ്റെ എന്തെങ്കിലും അസുഖമുണ്ടോ, പ്രോസ്റ്റേറ്റിൻ്റെ വല്ല തുടക്കമാണെന്ന് വിചാരിക്കാം. പല കാരണങ്ങൾ കൊണ്ട് ഇതുണ്ടാകാം. ഒന്ന്, പ്രോസ്റ്റേറ്റിൻ്റെ ഉള്ള എൻലാർജ്മെൻറ്റ്, അതിൻ്റെ ആ ഇനിഷ്യൽ സ്റ്റേജസിൽ, അതായത് പ്രോസ്റ്റേറ്റ് എൻലാർജ് ചെയ്യുമ്പം 2 ഫേസ് ഉണ്ട്. ആദ്യത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു ഇറിറ്റേഷൻ ഫേസ് എന്നാണ് അതിന് പറയുന്നത്. രണ്ടാമത്തേതാണ് ഈ ബ്ലോക്ക് ആകുന്നത്, അത് ഒബ്സ്ട്രക്ഷനുള്ള ഫേസ്. അപ്പോൾ ഇറിറ്റൻ ഫേസ് എന്ന് പറയുന്ന ആ സമയത്ത് പ്രോസ്റ്റേറ്റ് നേരെ വളർന്നിട്ട് വെളിയിലോട്ട് വളർന്നു കഴിഞ്ഞാൽ യൂറിന് സിംറ്റംസ് ഉണ്ടാകത്തില്ല. ഇത് ബ്ലാഡറിനകത്തോ യൂറിത്രയ്ക്കകത്തോട്ടോ വളരുമ്പോൾ എന്തോ പറ്റുമെന്ന് ചോദിച്ചാൽ, ഇത് മൂത്രസഞ്ചി അകത്തോട്ട് തള്ളും. അപ്പോൾ തള്ളുമ്പോഴേ അതിങ്ങനെ മൂത്രസഞ്ചിയിൽ ഇങ്ങനെ അത് വന്നിട്ട് ഒരു തടിപ്പ് പോലെ വന്നിട്ട്, അപ്പോൾ മൂത്രസഞ്ചിയിൽ എന്തെങ്കിലും അങ്ങനെ സ്ട്രെച്ചിങ്ങോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ മൂത്രം വന്ന് നിറയുമ്പോഴായാലും മതി, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് വളരുമ്പോഴായാലും മതി, ആ സ്ട്രെച്ചിങ് വരുമ്പം മൂത്രം ഒഴിക്കണം എന്നുള്ള തോന്നൽ വരും. അങ്ങനെ ഇത് കുറച്ചുകൂടി ഇങ്ങനെ മൂത്രസഞ്ചിക്കകത്തോട്ട് വളരുമ്പോഴേ എന്നെ പറ്റുമെന്ന് ചോദിച്ചാൽ, ആ വാൽവുലർ മെക്കാനിസം, അതായത് മൂത്രസഞ്ചിയിൽ നിന്നും മൂത്രം വെളിയിലോട്ട് പോകാനുള്ള ആ വാൽവ് കുറച്ചുകൂടി ഡീറേഞ്ച്ഡ് ആകും. ഇത് വന്ന് തള്ളുമ്പോൾ എന്തോ പറ്റുമെന്ന് ചോദിച്ചാൽ വാൽവ് കംപ്ലീറ്റ് ആയിട്ട് അടയത്തില്ല. അപ്പോൾ എന്തോ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇതിൻ്റെ ഇറിറ്റേഷൻ കൊണ്ട് എപ്പോഴും മൂത്രം ഒഴിക്കണം തോന്നും, പക്ഷേ മൂത്രം അധികം കാണണമെന്നില്ല. കാര്യം ബ്ലാഡറിനെ സ്ട്രെച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് ആ സെൻസേഷൻ വരും. 2, ചിലപ്പം ഈ രാത്രിയിൽ ഇത് കൂടുതൽ കാണാനുള്ള കാരണം, രാത്രിയിൽ വന്ന് കിടക്കുമ്പോൾ ഈ വാൽവ് അത്ര നല്ലപോലെ വർക്ക് ചെയ്യാത്തതുകൊണ്ട് മൂത്രസഞ്ചിയിൽ കിടക്കുന്നത് ചിലപ്പം 10 തുള്ളി മൂത്രമുള്ളായിരിക്കും, ചിലപ്പോൾ 15 തുള്ളി മൂത്രമുള്ളായിരിക്കും. അതിൽ 2-3 തുള്ളി ഈ മൂത്രക്കൊഴലിനകത്തോട്ട് ഇറങ്ങും. മൂത്രക്കൊഴലിനകത്തോട്ട് മൂത്രം ഇറങ്ങിയാൽ പിന്നെ മൂത്രം പിടിച്ചു വയ്ക്കാനൊക്കത്തില്ല. അപ്പോഴത്തേക്ക് ആ ഒരു അതിൻ്റെ റിഫ്ലക്സ് മെക്കാനിസമാണ്. മൂത്രക്കൊഴലിനകത്തോട്ട് മൂത്രം വന്നു കഴിഞ്ഞാൽ ഉടനെ പോയി ടോയ്ലറ്റിൽ പോയി മൂത്രം ഒഴിക്കണം എന്നുള്ളത്. അത് പിടിച്ചു വെക്കാനായിട്ട് പറ്റത്തില്ല. കാര്യം അത് ആ വാൽവിൻ്റെ താഴെ വന്നു കഴിഞ്ഞു, ആ സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്, ആ യൂറിത്ര സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് ഈ അർജൻസി വരുമ്പോൾ എന്നെ പറ്റുമെന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ ബ്ലാഡർ നിറഞ്ഞിട്ടല്ല മൂത്രം ഒഴിക്കുന്നത്, അതുകൊണ്ട് മൂത്രത്തിൻ്റെ അളവ് എപ്പോഴും കുറവായിരിക്കും. പക്ഷെ വന്ന് കിടക്കുമ്പോൾ തോന്നും എൻ്റെ മൂത്രസഞ്ചി പിന്നെ നിറഞ്ഞിരിക്കുകയാണെന്ന് തോന്നും. കാരണം ഇത് മൂത്രസഞ്ചിയിലോട്ട് ബൾജ് ചെയ്തിരിക്കുക. അപ്പോൾ എപ്പോഴും ഈ സെൻസേഷൻ വന്നുകൊണ്ടിരിക്കും. നൊക്ടേണൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് രാത്രിയിൽ എപ്പോഴും പോയി മൂത്രം ഒഴിക്കും. ചിലപ്പോൾ ഒരു 15 തുള്ളിയേ കാണുകയുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു തോടം 2 തോടമൊക്കെ കാണും. അത് ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിൻ്റെ തുടക്കമാണ്. അതാണ് ഈ അർജൻസി എന്ന് പറയുന്ന സിംറ്റം വരുന്നത്. അതായത് പെട്ടെന്ന് ഒഴിക്കണം, ചിലപ്പോൾ ചെല്ലുന്നതിന് മുമ്പ് ചിലപ്പോൾ മൂത്രം പോയെന്നിരിക്കും, വന്ന് കിടന്നു കഴിഞ്ഞാൽ ഉടനെ എത്ര മൂത്രം ഒഴിച്ചിട്ട് തീർന്നാലും വന്നു കഴിഞ്ഞാൽ ഉടനെ പിന്നെയും ഒഴിക്കണമെന്ന് തോന്നുക. കാര്യം 1-2 തുള്ളി മൂത്രക്കൊഴലിനകത്തോട്ട് മൂത്രം ഡ്രിബിൾ ചെയ്യും, അപ്പോഴത്തേക്ക് മൂത്രം ഒഴിക്കണം എന്നുള്ള തോന്നൽ വരും. ഇതാണ് പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള ഈ അർജൻസിയുടെ ഒരു കാരണം. പിന്നെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എപ്പോഴും മൂത്രം ഒഴിക്കണം എന്നുള്ള തോന്നൽ വരും, അല്ലെങ്കിൽ ബ്ലാഡറിനകത്തൊരു സ്റ്റോൺ കിടന്നു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കണം എന്നുള്ള തോന്നൽ വരും. ഇതുപോലുള്ള എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ്, അല്ലെങ്കിൽ കിഡ്നിയിലൊരു സ്റ്റോൺ, ഒരു സ്റ്റെൻറ്റ് ഇട്ടിരിക്കുകയാണ്, ഇതെല്ലാം പെട്ടെന്ന് മൂത്രം ഒഴിക്കണം എന്നുള്ള തോന്നലുണ്ടാകും. പക്ഷേ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ടെസ്റ്റുകൾ എന്താണെന്നുള്ളത് ചെയ്ത് നോക്കി എന്താണ് ഇതിൻ്റെ കാരണം എന്ന് കണ്ടുപിടിക്കണം. മറ്റൊരു കാരണവും ഇല്ല, ഈ പറഞ്ഞ പോലെ സ്റ്റോൺ ഇല്ല, അല്ലെങ്കിൽ സ്റ്റെൻറ്റ് ഇട്ടിട്ടില്ല, ഇൻഫെക്ഷൻ ഇല്ല എങ്കിൽ ഇത് പ്രോസ്റ്റേറ്റുമായിട്ടായിരിക്കും ഇതിൻ്റെ ബന്ധം. പ്രോസ്റ്റേറ്റ് നോക്കി കഴിയുമ്പോൾ അറിയാം ഇത് എൻലാർജ് ചെയ്തിരിക്കുകയാണ്, ബ്ലാഡറിലോട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സിംറ്റംസ് വരുന്നത്. ഈ ഒരു സിംറ്റം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്താൽ, ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ വീണ്ടും പ്രോസ്റ്റേറ്റ് വളരുമ്പോൾ എന്തോ പറ്റുമെന്ന് ചോദിച്ചാൽ, പിന്നെ മൂത്രം തടസ്സമായി, പിന്നെ മൂത്രക്കൊഴലിനെ ഞെക്കിയ തടസ്സം വരും. അപ്പോൾ മൂത്രം പോകാതെ വരുന്നൊരു സ്റ്റേജ്. പലപ്പോഴും രോഗികൾ ഈ ഡോക്ടറെ കാണുന്നത് മൂത്രം അടയുമ്പോഴാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ പറഞ്ഞ ഈ അർജൻസി ഉള്ള സ്റ്റേജിൽ കണ്ടാൽ ചിലപ്പോൾ നമുക്കൊരു ഓപ്പറേഷനൊക്കെ ഒഴിവാക്കാൻ പറ്റും. മരുന്ന് കുറച്ചാൾ തുടർന്ന് കഴിച്ചാൽ ചിലപ്പോൾ ആ സിംറ്റംസ് അങ്ങ് ഇല്ലാതാകും. നന്ദി. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.